എൻ്റെ പേര് ഫാദർ സിബി തടത്തിൽ. എന്നൊരു നോബട്ടൈൻ വൈദികനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കാപ്പിത്തോട്ടത്തിലാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ അട്ടിപ്പിച്ച് ഇറുങ്ങലായിട്ട് തന്നെ ഇത് കാഴ്ച കിട്ടും അല്ലെ? ശരിക്കും അടുപ്പിച്ച് കിട്ടും. കുറ്റിച്ച് നിൽക്കണതാണ് കാപ്പി നമുക്ക് ആദായം കിട്ടുന്നു. കണ്ടമാനം പൊക്കം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ആദായങ്ങൾ കുറവായിരിക്കും. ഇത് നമുക്ക് എത്ര നാളായി നട്ടിട്ട് ഇപ്പൊ 4 മാസം. ഇതിന് പൂ വന്നു തുടങ്ങി. ഇതേ 3 അടി ഹൈറ്റ് വരുമ്പോ നമ്മൾ അതിന്റെ കൂമ്പ് ഞുള്ളി വിടണം. വളയിടുന്ന പോലെ തന്നെ ഒരു കവാത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. ഈ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഒടിച്ചു കളയണം. തടിയെന്ന് മേലോട്ട് ചേരി വരുന്നില്ലേ, ഇങ്ങനെയുള്ള സാധനം അടത്തിക്കളണം. വർഷത്തിൽ 2 കവാത്ത് ചെയ്തിരിക്കണം. ഈ കാഴ്ച എല്ലാം ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. പൂവില്ലാത്ത ഇത് ശേഷിച്ച് പോയ കൊമ്പാണിത്. അതുകൊണ്ട് അത് മുറിച്ച് കളയും. 10-25 കാപ്പിയുടെ ഓരോരോ കൊല പറിച്ച് എടുക്കും. എന്നിട്ട് സെലക്ഷൻ ആകും. കാപ്പിക്ക് നന ആവശ്യമാണോ? ഇതിന് ആവശ്യമുണ്ട്. മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10, 30, 40 ജെറ്റുകൾ, സ്പ്രിംഗ്ലർ ജെറ്റുകൾ ഓടിക്കൊണ്ടിരിക്കും. 5 മണിക്കൂർ വെച്ച് കാപ്പിക്ക് നനയ്ക്കണം. 2-2.5 ഇഞ്ച് മഴയെങ്കിലും പെയ്യിപ്പിക്കണം. ഈ പ്രാവശ്യം റബ്ബർ നമ്മൾ കൂടുതലായിട്ട് വെക്കുന്നില്ല ഇവിടെ. ഇവിടെ റബ്ബർ കൃഷി മെച്ചപ്പെട്ട കാലാവസ്ഥയല്ല, തണുപ്പും കൂടുതൽ. അപ്പം റബ്ബറിന് പകരം റബ്ബർ വെട്ടി മാറ്റിയ സ്ഥലത്ത് ആ സ്ഥലത്ത് നമ്മൾ 2500-ന്റെ അടുത്ത് കാപ്പി തൈയും കമുകും വെച്ചിട്ടുണ്ട്. കർണാടകത്തിലെ ചിക്ക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റില് എന്നാർപുര എന്ന് പറയുന്ന സ്ഥലത്ത്, നരസിംഹരാജപുരം എന്ന് പറയും, ആ താലൂക്കില് അരളിക്കൊപ്പ എന്ന സ്ഥലത്താണ് സെന്റ് നോബർട്ട് ഫാം, നോബർട്ടൈൻ ഫാദേഴ്സ് ഓൺ ചെയ്യുന്ന ഒരു കീഴിലുള്ള സെന്റ് നോബർട്ട് ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ഈ കാപ്പിത്തോട്ടത്തിൽ സെലക്ഷൻ റോബസ്റ്റ എന്ന് പറയുന്ന കാപ്പി ഇനമാണ്. ഈ വർഷം വളരെ മനോഹരമായിട്ട് കാപ്പികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടേം നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാപ്പിക്ക് വില കിട്ടിയ നല്ലൊരു വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾക്ക് ഏകദേശം 750 ചാക്ക് കാപ്പിയോളം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിറ്റു. കാപ്പി ഇവിടുത്തെ നല്ലൊരു കൃഷിയായിട്ട് വരുന്ന ഒരു സംരംഭമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ വെച്ചിരിക്കുന്ന ഈ തൊപ്പി, കോഫി പ്ലാന്റർ എന്നുള്ള തൊപ്പി, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവാർഡാണ്. അതായത് ഞങ്ങളുടെ 1-2 കാപ്പികൾ ഏറ്റവും ബെസ്റ്റ് കാപ്പിയായിട്ട് ഇതിൻ്റെ ആൾക്കാർ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ സെലക്ഷൻ റോബസ്റ്റോ കോഫിയിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു തോട്ടമായിട്ട് അവർ സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ തോട്ടം അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടുത്തെ കൃഷി വളരെ മനോഹരമായ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ചേട്ടാ, അപ്പം നമുക്കിവിടെ കാപ്പി എന്താ ചെയ്യുന്നുണ്ടത്? കാപ്പി 15 ഏക്കർ സ്ഥലമുണ്ട്. കാപ്പി ഒരു 8000 ചുവടിൻ്റെ അടുത്തുണ്ട്. ഇത് ഏതാണ് ഇനം വെച്ചിരിക്കുന്നത്? സെലക്ഷൻ റോബസ്റ്റും ഉണ്ട്, പിന്നെ CN2R ഉണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇത് തന്നെയാണോ? റോബസ്റ്റ തന്നെ. റോബസ്റ്റ തന്നെ കൂടുതൽ. ചിക്ക്മംഗ്ലൂർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാപ്പി പ്ലാൻ ചെയ്തിരിക്കുന്നത് റോബസ്റ്റയാണ്. കായ്ക്കുന്ന സമയം അതെങ്ങനെയാണത്? കായ്ക്കുന്നത് നമുക്ക് ഫെബ്രുവരി പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, നനച്ച് കഴിയുമ്പോൾ പൂ വിരിയും. പൂ വിരിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് സെറ്റാവും. അങ്ങനെ പൂ കരിഞ്ഞ് സെറ്റാവും. നമുക്കൊരു കാപ്പിയെന്ന് ശരാശരി എന്ത് വരുമാനം കിട്ടുന്ന എത്ര കിലോ നമുക്ക് കിട്ടും? അത് നമുക്കൊരു ഉദ്ദേശം, ഒരു കാപ്പിയെന്ന് ഒരു 10 കിലോ ഉണങ്ങിയ കാപ്പി കിട്ടും. ഈ പ്രാവശ്യം നല്ല വിലയുള്ള ഒരു സമയമല്ലായിരുന്നോ? അതെ. കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം കുഴപ്പമില്ല, സാധാരണ നല്ല വിലയുണ്ടായിരുന്നു. 50 കിലോ ബാഗിന് 10,000 രൂപ വരെ ഉണ്ടായിരുന്നു. ഈ വർഷം 50 കിലോ ബാഗിന് 13,000 രൂപ വരെ വില വന്നിട്ടുണ്ടായിരുന്നു. പടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ കൊലയുടെ ഉള്ളിലുള്ള ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. തണ്ട് തന്നെയായിട്ട് പിന്നെ പഴം തന്നെ സെപ്പറേറ്റ് ആയിട്ട് തെളിഞ്ഞു കാണും. ഈ പഴയ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ അതിന് മുന്നോട്ടുള്ള അടുത്ത വർഷത്തേക്കുള്ള ഇല മാത്രമേ നിൽക്കുള്ളൂ. ഇതിന്റെ അകത്ത് പിന്നെ ശേഷിച്ചു പോയ കൊമ്പുകളെല്ലാം പിന്നെ മുറിച്ച് കളയണം. അടുത്ത പ്രാവശ്യം അതിന്റെ അപ്പുറത്ത് പിന്നെ ചിഗിര് പൊട്ടിമുളച്ച് വരും. ഇത് നമ്മളിത് പറിക്കേണ്ട സമയമായോ? നല്ല ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ചിട്ട് ഈ വർഷം താമസം, മഴ കൂടുതലായിരുന്നു ഇവിടെ ഈ പ്രാവശ്യം. അതുകൊണ്ട് ഒരു മാസത്തോടെ ചിലപ്പോൾ ജനുവരി ഒക്കെ 1-ാം തീയതി കൂടിയേ പറിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. പഴുത്ത് വരുന്നേ ഉള്ളൂ. നല്ലപോലെ പഴുത്തതിന് ശേഷമാണ് നമ്മളിത് പറിക്കുന്നത്. അതെ, നന്നായിട്ട് പഴുത്ത ശേഷം നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൂക്കം കിട്ടും. കാപ്പിക്ക് പച്ച പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൂക്കം കിട്ടില്ല, തൂക്കം കുറയും. അപ്പൊ നമുക്ക് നന്നായിട്ട് പഴുത്ത് പറിക്കുവാണെങ്കിൽ നമുക്ക് നല്ല വെയിറ്റ് കിട്ടും, തൂക്കം കിട്ടും.
കാപ്പി ചില ഭയങ്കര പൊക്കത്തിൽ നമ്മൾ പോകുന്നതായിട്ട് അത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നത് അതെന്താ സംഭവം? അങ്ങനെ അത് മെയിൻ്റനൻസ് ഇല്ലാഞ്ഞിട്ട് അത് കുറ്റിച്ച് നിൽക്കണതാണ് കാപ്പി നമുക്ക് ആദായം കിട്ടുന്നത്. കണ്ടമാനം പൊക്കം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ആദായങ്ങൾ കുറവായിരിക്കും. പിന്നെ അത് കാട് പോലെ ഇങ്ങനെ വളർന്നു വരും. ഇത് നമ്മൾ അതിന്റെ കവാത്തൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ആദായം കിട്ടും. വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് കവാത്ത് എന്ന് പറയുന്ന സംഭവം ചെയ്യാറുണ്ട്? കാപ്പി പറിച്ചതിന് ശേഷം ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കവാത്ത് ചെയ്യണം. പിന്നെ ഇതിന്റെ ഇടകളിൽ കൂടെ ഓരോരോ ചികിരുകൾ വരും. കമ്പ ചികിരുകൾ, നമ്മുടെ കന്നഡയിൽ പറയുന്ന കമ്പ ചികിരുകൾ. കമ്പ ചികിര് അങ്ങനെ നടുക്കോടെ അരയടി കശി എന്നൊക്കെ പറയും. നമ്മുടെ കന്നഡക്കാർ അരയടി കശി എന്ന് പറയും. അങ്ങനെ ചെയ്യണം. വർഷത്തിൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം. ഒന്ന് വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പിന്നെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഒന്നോടെ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടിയാണത്. ഈൽഡ് അല്ല, നമുക്ക് വേസ്റ്റ് കൊമ്പുകളാണ് അതൊക്കെ. ഉപയോഗമില്ലാത്ത കൊമ്പുകളാണ്. വളം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത് ആവശ്യമില്ല, അതെല്ലാം ഒടിച്ചു കളയണം. ഇതിന്റെ അകത്ത് വല്ല കാണിക്കാൻ പറ്റുന്ന വല്ല ഉണ്ടോ? ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ ഇതെല്ലാം ചെയ്തതാണ്. ഈ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഒടിച്ചു കളയണം. ഉണങ്ങി. പിന്നെ ഇതിന്റെ ഉള്ളിലെ ചികിരുകൾ വരും. നോക്കി ഇവിടെ നോക്കി, ഈ ഒരു കാപ്പി നോക്ക്. ഇതിന്റെ നോക്കി, ഇതിന്റെ തടിയേന്ന് മേലോട്ട് ചികിരി വരുന്നില്ലേ, ഇങ്ങനെയുള്ള സാധനം അടത്തിക്കളാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് നേരെ വിടാൻ പാടില്ല. പിന്നെ ഇത് ഉള്ളിലോട്ട് തല മൂടി വരുന്നില്ലേ, മൂടി വരുന്നതിന്റെ ഇങ്ങനെ ഓടിച്ചു കളയും. തല മൂടാൻ പാടില്ല. ഫ്രീ ആയിട്ടുണ്ടാവണം. വെളിച്ചം അടിക്കാൻ വേണ്ടി. അതിന് വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ പൊഴിയോ ഇല്ല, കാപ്പി നല്ല ആരോഗ്യമായിട്ട് ഉണ്ടാവും. കുറ്റിയായി നിൽക്കുമ്പോൾ തന്നെ അത് ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് ഫ്രൂൺ ചെയ്ത് വിടാറുണ്ട്. അത് 3 അടി ഹൈറ്റ് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂമ്പ് ഞുള്ളി വിടണം. കാപ്പിക്ക് 3 അടി പൊക്കം വരുമ്പോൾ അതിനുശേഷം 2 സൈഡിലോട്ട് ഓരോ കൊമ്പുകൾ വരും. അതിന്റെ ഒരു കൊമ്പും ഞുള്ളി കളയണം. ഒറ്റ കൊമ്പ് മേലെ ടോപ്പിൽ ഒരു കൊമ്പ് നിർത്താവുള്ളൂ. പിന്നെ അതിൽ നിന്ന് കുറ്റിച്ച് നിൽക്കും. പിന്നെ അതിൽ നിന്ന് പടർന്നു വരുന്നത് അരയടി കവാത്ത് ചെയ്യും. അരയടിക്കുള്ളിൽ വരുന്ന കൊമ്പുകൾ വരുന്നതുകൊണ്ട് എടുത്ത് കളയണം. പിന്നെ പുറത്തേക്ക് വിടണം. ഇത് നമുക്ക് എന്നാ പ്രായമായ ഒരു കാപ്പിയാണ് ഇത് വരുന്നത്? ഇപ്പം ഇത് സാധാരണ ഈ വലിയ കാപ്പികളൊക്കെ നമുക്കൊരു 25-26 വർഷം പ്രായമായതാണ്. ഇതിനൊക്കെ ഒരു 3-4 വർഷം പ്രായമായതാണ്. ഈ ചെടി ചെറിയ ചെടിയാ. ഇത് CN2R എന്ന് പറഞ്ഞ എന്നാ ഇത് CN2R കാപ്പി. ഇത് നമ്മുടെ ഒരു ഏക്കറിൽ 450 ചെടി പിടിക്കും. 10-10 നമ്മളിവിടെ വെച്ചേക്കുന്നത് 10-10 വെച്ചേക്കുന്നത്. അത് നമ്മൾ തെങ്ങിന് ഇടവിളയായിട്ട് തന്നെ അതെ കൃഷി ചെയ്തേക്കണം. ഈ കാപ്പിക്ക് ഒരു ചെറിയ ഷെയ്ഡ് വേണമെന്നുണ്ടോ? കാപ്പിക്ക് 50% ഷെയ്ഡ് വേണം. അതിലും കൂടുതൽ പാടില്ല. കാപ്പിക്ക് നന ആവശ്യമാണോ? ഇതിന് ആവശ്യമുണ്ട്. എങ്ങനെയാ നന കൊടുക്കുന്ന രീതി? ഫെബ്രുവരി പൂ ബ്ലാസം ആകാൻ വേണ്ടി പൂ വരാനും, പിന്നെ അത് ബാക്കിംഗ് എന്ന് പറയും. അത് പൂ കരിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം പൂ ബ്ലാസം ചെയ്ത് 15 ദിവസം കഴിയുമ്പോൾ ബാക്കിംഗ് എന്ന് പറയും. അത് കൊടുക്കണം. അതാണ് ബാക്കിംഗ് ആണ്, വളത്തിന്റെ പേരാണോ? അല്ല, അത് പൂ സെറ്റ് ആവണേ. രണ്ടാമത് ഒന്നോളം നനച്ചു കൊടുക്കണം. അത് ബാക്കിംഗ് എന്ന് പറയും. അങ്ങനെ നമ്മൾ നന അത്യാവശ്യമാണ്. നന അത്യാവശ്യം. 2 നന മാത്രം മതി. ഇത് നമ്മൾ സ്പ്രിംഗ്ലർ ആണ് കാപ്പിക്ക് നനയ്ക്കാനായിട്ട്. ഞങ്ങൾ കുഴൽ കിണറുണ്ട്. കുഴൽ കിണറ്റിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് മെയിൻ പൈപ്പ് ലൈൻ കൊടുത്ത് 3 ഇഞ്ച് 2.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1.25 ഇഞ്ചിലേക്ക് കൊടുത്ത് അണ്ടർഗ്രൗണ്ട് ചെയ്തേക്കുക. നമുക്ക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ചെറിയ ജെറ്റുകളുണ്ട്, സ്പ്രിംഗ്ലർ ജെറ്റ്. അത് സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പണികൾ കുറയും. അപ്പൊ അത് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10, 30, 40 ജെറ്റുകൾ സ്പ്രിംഗ്ലർ ജെറ്റുകൾ ഓടിക്കൊണ്ടിരിക്കും. 5 മണിക്കൂർ വെച്ച് കാപ്പിക്ക് നനയ്ക്കണം. 5 മണിക്കൂർ 2-2.5 ഇഞ്ച് മഴയെങ്കിലും പെയ്യിപ്പിക്കണം. 2.5 ഇഞ്ച് മഴയെങ്കിലും നല്ലപോലെ നനവ് വേണം. ഒരു 2.5 ഇഞ്ച് നമ്മൾ സാധാരണ മഴ പെയ്യില്ലേ, അത്രയും മണ്ണ് തണുക്കണം. എന്നാൽ ഈ പൂ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഈ നന തുടങ്ങുന്ന ഏത് സമയത്താണ്? ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയാണ് നന തുടങ്ങുന്നത് കാപ്പിക്ക്. അത് എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കുക? നമ്മള് ഇത് നനച്ച് ആദ്യത്തെ റൗണ്ട് നന കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ നനയും കൊടുക്കണം. പൂ കരിയും. പൂ വിരിഞ്ഞതിന് ശേഷം കരിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു നനയോടെ കൊടുത്തു കഴിഞ്ഞാൽ കാപ്പിക്ക് മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു 15 ദിവസം 1 മാസം കൂടുമ്പോൾ വല്ല വേണമെങ്കിൽ നനയ്ക്കാം. തോട്ടം നന്നായിട്ടുണ്ടാവും. വേറെ മിക്സർ കൃഷി ഉള്ളതുകൊണ്ട്, കമുക് തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിട്ട് നനയ്ക്കണതാ. കാപ്പിക്ക് വേണ്ട, ആവശ്യമില്ല. നല്ല രീതിക്ക് വെള്ളം താഴോട്ട് ഇറങ്ങണം. ഫുള്ളായിട്ട് നന്നായിട്ട് നനയണം. വലിയ മഴ പെയ്ത പോലെ നനയ്ക്കണം. അങ്ങനെ 15 ദിവസം കൂടും 15 ദിവസം 2 പ്രാവശ്യമെങ്കിലും നനച്ചിരിക്കണം. ഇപ്പൊ ഒരു 5 സെൻസ് മഴ വന്ന് പോയാല് ഈ പൂ എല്ലാം കരിഞ്ഞു പോകും, ചുവന്നു പോകും. പിന്നെ നമുക്ക് ആദായം ഇല്ല. നമ്മൾ നനച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്, നമുക്ക് ഒരേ മാതിരി തന്നെ ആദായം കിട്ടും. മഴയില്ലെങ്കിൽ ഉറപ്പായിട്ട് കാപ്പിയിൽ നിന്ന് നമുക്ക് ആദായം കിട്ടില്ല. മഴ പ്രതീക്ഷിച്ച് നമ്മൾ കാപ്പി വെക്കരുത്. ഇങ്ങനെ മോട്ടർ കുഴൽ കിണറോ ചിറകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ശരി. അത് അപ്പം മഴയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നല്ല മഴ കിട്ടണം. അല്ലെങ്കിൽ ആ സമയത്ത് നല്ല ഒരു 2 മഴ കിട്ടുവാണെങ്കിൽ
നമുക്ക് കാപ്പി സെറ്റാവും. ഇത് തെങ്ങിന്റെ തടത്തിൽ നമ്മൾ എന്തര അകലം മാറ്റിയാ നമുക്ക് നടുന്നത്? അങ്ങനെ നോക്കാം. അങ്ങനെ നോക്കാറില്ല, 10 അടി ഡിഫറൻസിലാണ് നടുന്നത്. 10 അടി സ്ക്വയർ ഫീറ്റിൽ. ഈ കാപ്പിക്ക് നമ്മൾ വളം എത്ര പ്രാവശ്യം ഏതൊക്കെ രീതിയിലോ അങ്ങനെയാ? കാപ്പിക്ക് വളം ജൂൺ മാസത്തിൽ ഒരു പ്രാവശ്യം രാസവളം കൊടുക്കും. പിന്നെ നമുക്ക് ഓർഗാനിക് വളം കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിന് മൊത്തം നമുക്ക് ചാണകമൊക്കെ ഇട്ട് കൊടുക്കണം, അത് നല്ലതാണ്. പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഒരു പ്രാവശ്യമോടെ വളം കൊടുക്കണം. രാസവളം നമ്മൾ എന്താ കൊടുക്കുന്നത്? രാസവളം നമ്മൾ DAP, പൊട്ടാഷ്, യൂറിയ ഇങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇങ്ങനെ സ്പ്രേ ആയിട്ട് വല്ലതും അങ്ങനെ ഇലവളമായിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഒരു വളം കൊടുക്കാറില്ല. ഇങ്ങനെ നമ്മൾ ഈ രാസവളം ഒരു വർഷത്തിൽ ഒരു എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം കൊടുക്കും. 2 പ്രാവശ്യം. പിന്നെ നമുക്ക് ജൈവവളം കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ജൈവവളം കൊടുക്കണമെങ്കിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ആവും, ഏരിയകൾ കൂടുതലുള്ളത് കൊണ്ട് ഒത്തിരി വളത്തിന്റെ ആവശ്യം വരും. പക്ഷെ കൊടുക്കണം നല്ലതാണ്. പിന്നെ വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തൽക്കാലം ആവശ്യമില്ല. നമ്മൾ ഈ നല്ല പഴുത്ത ഇത് കാപ്പിക്ക് ഒരു എത്ര കിലോ ഉണങ്ങിയാലേ നമുക്ക് 1 കിലോ കിട്ടുന്നത്? നമുക്ക് ഒരു കിൻഡല് 10 കിലോ ഉണങ്ങിയാൽ നമുക്ക് 50 കിലോ ചാക്ക് കിട്ടും. 50 കിലോ കിട്ടും. എങ്ങനെ? 220 കിലോ പച്ച ഉണങ്ങിയാൽ 1 കിൻഡല് ഉണങ്ങിയ കാപ്പി കിട്ടും. പച്ച കാപ്പി ആകുമ്പോൾ വെയിറ്റ് കുറയും. നല്ല പോലെ പഴുത്ത കാപ്പി ആണെങ്കിൽ 220 കിലോ ഉണങ്ങിയാൽ നമുക്ക് 1 കിൻഡല് 100 കിലോ കാപ്പി ഉണങ്ങിയത് കിട്ടും. ഇത് ഉണങ്ങാൻ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും? ഇത് ശരിക്കും ഇത് 6 തുടങ്ങി 7 ദിവസം വരെ വേണം കാപ്പിക്ക് ഒരു ഉണങ്ങി വരാൻ. നല്ല വെയിലത്തിട്ട് നല്ല സിമെന്റ് കളാണെങ്കിൽ 6 തുടങ്ങി 7 ദിവസം കൊണ്ട് കാപ്പി വാരി വയ്ക്കും. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നല്ല വരുമാനം ഉണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ പ്രാവശ്യം നല്ല വരുമാനമുണ്ട്. നമുക്ക് കോഫി ബോർഡുകാർ ഈ പ്രാവശ്യം എന്തോ നമുക്ക് നമ്മുടെ കാപ്പിക്ക് പ്രത്യേക ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കോഫി ബോർഡുകാരെ നമ്മൾ ബെസ്റ്റ് തോട്ടം എന്ന് പറഞ്ഞ് നല്ലപോലെ കൃഷി ചെയ്തു, നല്ല അവർക്ക് ഇഷ്ടപ്പെട്ടു. തോട്ടം വന്ന് കണ്ട് അവർ എല്ലാ വർഷവും നമുക്ക് തോട്ടം വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും. നല്ല തോട്ടാന്ന് പറഞ്ഞ് ബെസ്റ്റ് തോട്ടം എന്ന് പറഞ്ഞ് അവരൊരു പ്രൈസ് ഒക്കെ തരും എല്ലാ വർഷവും. ഈ വർഷവും തന്നു. ഇതുപോലെ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഇറുങ്ങലായിട്ട് തന്നെ ഇത് കായ്ച്ചു കിട്ടും അല്ലെ? ശരിക്കും അടുപ്പിച്ച് കിട്ടും. ഇത് എല്ലാ വർഷവും ഇതിന്റെ കായ ഇങ്ങനെ കൂടിക്കൂടി വരുവാണോ? വർഷം കൂടും തോറും വരുമാനം കൂടിക്കൂടി വരുക. അത് നമ്മളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് തോട്ടം, ചെറിയ തൈ തോട്ടങ്ങളല്ലേ. ഒരേ വർഷം കൂടുന്തോറും നമുക്ക് ആദായങ്ങൾ കൂടി വരിക. ഈ കൊല്ലം കിട്ടുന്ന ഈ കമ്പേ തന്നെയാണോ അടുത്ത പ്രാവശ്യം? അല്ല. അത് ഈ കൊമ്പ് നമ്മൾ കവർ ചെയ്ത് കളയത്. ഈ കാപ്പി പറിച്ചതിന് ശേഷം ഈ ഇതിന് കായ ഉണ്ടാവില്ല. ഇതുണ്ട്, ഈ പൂ വരുന്നില്ല. ഇത് വേറെ കൊമ്പേ കൂടെ അപ്പം ഈ പ്രാവശ്യം അവരെ കവാത്ത് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളയും. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഈ കാഴ്ച എല്ലാം ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എല്ലാം കളയില്ല. പൂവ് ഇതിന്റെ കവിളിൽ ഒരു മുട്ട് വന്നിട്ടില്ല, പൂ വന്നിട്ടില്ലേ? ഈ പൂ ഉള്ളതെല്ലാം നമുക്ക് അടുത്ത വർഷത്തുള്ള വരുമാനങ്ങളാണ്. അത് കളയില്ല. ഇതുണ്ട്, ഇത് പൂവാണ്, മൊട്ടാണ്. ഇത് വെള്ളം നമുക്ക് ഒരു 1.5 മാസം കഴിയുമ്പോ നമുക്ക് ഇത് പൂ നീണ്ടു വരും. അത് കഴിഞ്ഞ് നനച്ചു കഴിയുമ്പോ ഇത് വിരിയും. അടുത്ത വർഷത്തുള്ള ക്രാഫ്റ്റിന്റെ ആണ് ഇത്. കട്ട് ചെയ്ത് കളയില്ല, എല്ലാം കളയില്ല. ഇതിന്റെ മുന്നോട്ടുള്ള സ്ഥലം നോക്കുക. ഇത് പൂ ഉള്ളത് കൊണ്ട് ഈ കൊമ്പ് കളയില്ല. പൂവില്ലാത്ത ഇത് ശേഷിച്ചു പോയ കൊമ്പാണിത്. ഈ മുന്നോട്ട് പൂവില്ല, അതുകൊണ്ട് അത് മുറിച്ച് കളയും. അടുത്ത വർഷം ഇവിടെ പുതിയ കൊമ്പുകൾ പൊട്ടി വരും. അത് നമ്മൾ നിലനിർത്തും. കാപ്പിക്ക് എങ്ങനെ ആയുസ് അതിനെപ്പറ്റി ഉണ്ടോ? സാധാരണ കാപ്പി ബോർഡുകാർ പറയണ 200 വർഷം വരെ വരുമെന്നാണ് പറയണത്. 2-3 തലമുറ വരെ ഒരു സെലക്ഷൻ റോബസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് 200 വർഷം വരെ ആദായം കിട്ടുന്ന പറയുന്നത്. ഈ പ്ലാന്റ് ചെയ്യണ്ട, നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ചേട്ടാ, നമ്മുടെ ഈ കാപ്പിക്ക് കേടുകൾ വല്ലതും വരാറുണ്ടോ? അതിന് കേടുകൾ വരാറില്ല. നമുക്ക് ഷേഡ് കൂടുതലുണ്ടെങ്കിൽ കേടുകൾ വരും. ഈ ബോറോർ എന്ന് പറഞ്ഞ രോഗം വരും. കണ്ടുകൾ തുടക്കി കുത്തം കയറുന്ന പോലെ ബോറോർ എന്ന് പറയും അതിന്റെ പേര്. അത് നമുക്ക് ഷെയ്ഡ് 50% കൂടുതൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ കാപ്പിക്ക് ആ രോഗം വരും. അല്ലാതെ വേറെ രോഗങ്ങളൊന്നും വരില്ല. വേറെ പ്രത്യേകിച്ച് പിന്നെ കാപ്പി ഓവർ മഴ വന്നാൽ കാപ്പി ക്രാപ്പ് കറുത്ത് കുറച്ച് പൊഴിച്ചിലൊക്കെ വരും. ഒരു 100 ഇഞ്ച് 130 ഇഞ്ച് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. ട്രഞ്ചൊക്കെ അടിച്ച് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെള്ളം നിന്നാൽ മാത്രം അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഇതിന്റെ ഈ തടി ഇങ്ങനെ നല്ല വണ്ണം വെച്ച് കയറി വരും. അത് വരും. അത് സാധാരണ നമുക്ക് ഒരു 2 അടി 3 അടി വണ്ണമൊക്കെ വരും തടി. കുറെ നമുക്കൊരു 100 വർഷം 120-130 വർഷമൊക്കെ ആവുമ്പോൾ നല്ലൊരു മാതിരി നല്ല തടിയാവും. പിന്നെ ആ കാപ്പി വിസ്താരം 10, 12, 13 അടി റൗണ്ടിലേക്ക് വരും. പിന്നെ കവാത്ത് നന്നായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അധികം ദൂരം പോകില്ല. എല്ലാ വർഷവും നമ്മൾ നന്നായിട്ട് കവാത്ത് ചെയ്യും. മെയിൻ ഒരു വളയിടുന്ന പോലെ തന്നെ ഒരു കവാത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. വർഷത്തിൽ 2 കവാത്ത് ചെയ്തിരിക്കണം. അങ്ങനെ ഇതിന്റെ മോളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണണം. നമ്മള് ഫ്രണ്ട് അതിന്റെ ടോപ്പ് ഫ്രീ ആയിട്ടുണ്ടാവണം. വെട്ടം നല്ലപോലെ ചുവട്ടിൽ വരെ വെയിൽ കൊള്ളണം. അതിന്റെ വെട്ടം കൊള്ളണം. ഇതിപ്പം വെച്ചിട്ട് എത്ര കാലമായെന്നാ പറഞ്ഞത്? ഇത് വെച്ചിട്ട് ഉദ്ദേശം ഒരു 25 വർഷം ആയ തോട്ടമുണ്ട്, 10 വർഷം ആയതുകൊണ്ട്, 5 വർഷം ആയതുകൊണ്ട്,
ഈ വർഷം 4 മാസമായതുകൊണ്ട്. ഓഹോ, അപ്പൊ ഇപ്പോഴും നമ്മൾ ചെയ്തോണ്ടേ ഇരിക്കും. റീപ്ലാന്റ് ഇപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു 8 ഏക്കർ പുതിയ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കാപ്പി ഇല്ലാത്ത സ്ഥലത്ത് നമ്മളിത് ചെയ്യുന്നത്. റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയതായിട്ട് കാപ്പിത്തോട്ടവും കമുകും കൂടെ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം റബ്ബർ നമ്മൾ കൂടുതലായിട്ട് വെക്കുന്നില്ല ഇവിടെ റബ്ബർ കൃഷി നഷ്ടമാണ്. പോരാ. ഓഹോ, കാലാവസ്ഥ മഴ കൂടുതലുണ്ടോന്ന്, റബ്ബറിന് അത് മെച്ചപ്പെട്ട കാലാവസ്ഥയല്ല, തണുപ്പും കൂടുതൽ. അപ്പം റബ്ബറിന് പകരം റബ്ബർ വെട്ടി മാറ്റിയ സ്ഥലത്ത് ആ സ്ഥലത്ത് നമ്മൾ കാപ്പി ഞങ്ങൾ ഈ പ്രാവശ്യം 2500-ന്റെ അടുത്ത് കാപ്പി തൈയും കമുകും വെച്ചിട്ടുണ്ട്, വാഴയും വെച്ചിട്ടുണ്ട് കൃഷിയായിട്ട്. അതും ഈ സെയിം വെറൈറ്റി തന്നെ സെയിം വെറൈറ്റിയാണ്. ഇതിൽ നിന്ന് തന്നെ കായെടുത്ത് സെലക്ഷൻ ചെയ്താണ് അങ്ങനെ ചെയ്യുന്നത്. അതേമാതിരി കമുകും അതെ, ഞങ്ങൾ വിത്ത് ഇവിടുന്ന് തന്നെ നല്ല സെലക്ഷൻ ചെയ്ത് ഞങ്ങൾ നടുന്നു. നല്ലൊരു കാപ്പി നമ്മൾ എങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ ഒരു മാർഗം എന്താ? നമുക്ക് തിക്കൻസ് നന്നായിട്ട് ഇതേമാതിരി ശരിക്കും പിടിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു 10-25 കാപ്പിയുടെ ഓരോരോ കൊല പറിച്ച് എടുക്കും, എന്നിട്ട് സെലക്ഷൻ ആക്കും. ഒരു 10-25 കാപ്പിയുടെ ഓരോ കൊല. ഓരോ കൊല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൊല ഇങ്ങനെ ഒറ്റ ബൗൾ അത് മാത്രമേ പറിക്കുള്ളൂ. സെലക്ഷൻ എന്നായിരിക്കണം, അതിൽ നിന്ന് സെലക്ഷൻ ചെയ്യണം. അത് കണ്ടിട്ട് നമുക്ക് പായ എത്ര ദിവസം കൊണ്ട് മുളച്ച് കിട്ടും? അത് നമ്മളതൊക്കെ ഒരു മാസം കൊണ്ട് 30-35 ദിവസം പാകി കഴിഞ്ഞാൽ 35 ദിവസം കൊണ്ട് കുരുമുള വരും. അത് കഴിഞ്ഞ് മുളച്ച് ഇങ്ങനെ വളഞ്ഞ് ഒരു കൂന് പോലെ വളഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ എല്ലാം എടുത്ത് കൂടെ വെക്കണം. ഒരു ഇല വരുന്നതിന് മുമ്പ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം കൂടയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇല വരുവാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് നന്നായിട്ട് വളർന്നു വരും. ഇത് നമ്മൾ ആദ്യം തൈ ആയിട്ട് ഇത് വെക്കുമ്പോൾ അതിന് അടിവളവും കാര്യങ്ങളും എങ്ങനെയാണ്? അടിവളം ഒന്നും സാധാരണ ഒരു 2 അടി താഴ്ചയിൽ 1 അടി അകലത്തിൽ കുഴി കുത്തും. കുഴി കുത്തി ആ കുഴി നന്നായിട്ട് പൊടിച്ച് ആ മണ്ണിലിട്ട് മൂടി അതിന്റെ മേലെ തൈ വെക്കും. തൈ വെച്ചതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ കുറച്ച് രാസവളം കൊടുക്കും. DAP വളമാണ്. ഇപ്പൊ DAP ഈ വർഷം കിട്ടാനില്ല, വളം വരുന്ന സപ്ലൈ നിർത്തി എന്നൊക്കെ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂറിയയും പൊട്ടാഷ്യം മാഗ്നീഷ്യനും കൂടി മിക്സ് ചെയ്തിട്ടാൽ മതി. അപ്പൊ DAPയുടെ പവർ കിട്ടും. അളവിന് നമുക്കത് മിക്സ് ചെയ്താൽ മതി. അത് ഒരു വർഷം ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു വർഷം ജൂൺ മാസം കഴിയുമ്പോൾ തൈത്തോട്ടായതുകൊണ്ട് ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു തൈ വെച്ച് നമുക്കത് എത്ര നാളും കൊണ്ട് നമുക്കത് കായ്ച്ചു കിട്ടുന്നത്? നമുക്ക് കറക്റ്റായിട്ട് 3-ാം വർഷം തുടങ്ങി ശരിക്കും കാ തുടങ്ങും. 3 വർഷമാകുമ്പോഴത്തേക്കും കാപ്പി നമുക്ക് കായ്ക്കാൻ തുടങ്ങും, നമുക്ക് ആദായത്തെ തുടങ്ങും. ഇപ്പൊ ഞങ്ങൾ നട്ടിട്ട് 4 മാസമായി, പൂ വന്നു തുടങ്ങി. ഏകരം കുത്തി ഇപ്പം ഞാൻ കാണിച്ചു തരാം. റബ്ബർത്തോട്ടം നമ്മുടെ അല്ലേ? നമ്മുടെ അടിച്ചിട്ടേക്കുന്നതാണോ പള്ളേത്? ഇവിടെ നല്ല ലെവലായതുകൊണ്ട് നല്ല ഡ്രസ്സ് കാണാൻ. ഇതിന്റെ അകത്ത് നമ്മൾ എന്തേരം കാപ്പി തൈ വെച്ചിട്ടുണ്ട്? ഇതില് 2250 തൈ ഉണ്ട്. ഒരു ഏക്കറിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും? ഇത് 11 ആയതുകൊണ്ട് 400 ചെടിയെ പിടിക്കുള്ളൂ. 400 തയ്യെ പിടിച്ചിട്ടുള്ളൂ. 10-10 നമുക്ക് 450 തൈ പിടിക്കും ഒരു ഏക്കറിൽ. ഇത് നമുക്ക് എത്ര നാളായി നട്ടിട്ട്? ഇപ്പൊ 4 മാസം, 5-ാമത്തെ മാസം ഇത്. എന്നെ പൊക്കമുള്ളപ്പോ നട്ടത്? ഒരു വർഷം തൈ കൂടെ നിന്ന തൈയാണ് നട്ടത്. ഇതിന് പൂ വന്നു തുടങ്ങി. ഇതിന് പൂ വന്നിട്ടുണ്ട്. ഈ വർഷം ഇതിന് പൂ വരും, പക്ഷെ ഇത് പൂ നിർത്താൻ പാടില്ല. പൂ എടുത്ത് കളയണം. അത് കാപ്പി ക്ഷീണം വരും. തൈയല്ലേ? ഇതിന് ഒരു അടിയുടെ പൊക്കം വന്നു കഴിഞ്ഞാൽ മട്ട അടിക്കുന്നത്. ഒരു സ്റ്റെപ്പോടെ വന്നു കഴിഞ്ഞാൽ ഈ കാപ്പി ഈ മേലത്തെ കൂമ്പ് ഞുള്ളി കളയണം. 3 അടിയിൽ മേലോട്ട് നമുക്ക് നിർത്താൻ പാടില്ല. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരും. പിന്നെ മൊത്തം സൈഡിലോട്ട് തന്നെ വരണം. തടിയിൽ വരുന്ന എല്ലാം എടുത്ത് കളയണം. ഈ കമ്പേ കൂടെ വരുന്ന ഈ സൈഡ് കൊമ്പേ കൂടെ വരുന്നത് എല്ലാം നിർത്താം. ബാക്കിയുള്ള എല്ലാം നമ്മൾ ഞുള്ളി കളയണം. ഇത് നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ 10 അടി അകലത്തിലാണ് ഇതും വെച്ചിരിക്കുന്നത്. 11 വെച്ചാണ്. ഇത് കമുക് വെച്ചതുകൊണ്ട് കമുകും 11 വെച്ച് ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തേ ഫ്രീ ആയിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് 11 നമ്മളിത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതിന് അടിവളം എല്ലാം കൊടുത്തിട്ടുണ്ട്? അടിവളം ഒന്നും കൊടുത്തേ, കുറച്ച് രാസവളം കൊടുത്തിട്ടുണ്ട്. ചാണകം കമ്പോസ്റ്റ് ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ. ഇപ്പൊ ഓട്ടോമാറ്റിക് വളർന്നു വന്നോളൂ. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും കമുക് കയറുമ്പോ അതിന്റെ ഷെയ്ഡ് വായിക്കോളും. ആവശ്യത്തിന് കാപ്പിക്ക് തണലും ആവും, കമുകും നന്നായിട്ട് കയറി വരും. ഇതിന് എന്തൊരു വിസ്താരത്തിൽ ഇതെങ്ങനെ വളർന്നു പോകുന്നു? അങ്ങനെ വല്ലതും വിസ്താരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10-10 സ്ക്വയർ ഫീറ്റില് ഒരു ചെടി വരും. 10-10. പിന്നെ നമ്മൾ കമുക് വെച്ചത് കൊണ്ട് നമുക്ക് ഒരു സാധാരണ ഒരു 10-10 സ്ക്വയർ ഫീറ്റ് റൗണ്ടില് തൈ വളരും. 4-ന്റെ നടുക്കാണ് നമ്മൾ വെച്ചേക്കണം. 4 കമുകിന്റെ തൈകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ പാകി ഞങ്ങൾ ഇവിടുത്തെ കാപ്പിയെല്ലാം സെലക്ഷൻ ചെയ്ത് പാകി പിടിപ്പിച്ച തൈകളാണ്. ഒരേക്കറിലെ വരുമാനം അതിനെ കുറിച്ചൊന്ന് പറയാമോ? കാപ്പിയുടെ വരുമാനം? ഒരേക്കർ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്രോപ്പൊക്കെ കിട്ടുവാണെങ്കിൽ 40 ചാക്ക് കാപ്പി, 40 ചാക്ക് എന്ന് പറഞ്ഞാൽ 20 കിൻഡില് കാപ്പി കിട്ടും. 20 ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരേക്കറിൽ നിന്ന് നമുക്ക് 4 ലക്ഷം രൂപ വരെ വരുമാനമുണ്ട്. കാപ്പിന്ന് കിട്ടും ഒരേക്കറിൽ നിന്ന്. നമ്മൾ 10,000 രൂപ ഒരു റഫായിട്ട് ചെയ്തേക്കണം. 13,000 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10,000 രൂപ കൂട്ടിയാൽ മതി. 4 ലക്ഷം രൂപ വെച്ച് ഒരു ഏക്കറിൽ നിന്ന് വരുമാനമുണ്ട് കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ കാപ്പി വെച്ച് കഴിഞ്ഞിട്ട് എത്ര നാൾ തൊട്ട് നമുക്ക് ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് നല്ല ആദായത്തെ കിട്ടും. നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 3-ാം വർഷം തുടങ്ങി ആദായം തുടങ്ങും, എടുക്കാൻ തുടങ്ങും. നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശിനുള്ളത്
കാപ്പിയിൽ നിന്ന് കിട്ടും. 3 കിട്ടും. ഇതിന്റെ കാപ്പ തൈ വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ പള്ള നമ്മൾ വെട്ടുവോ? അങ്ങനെ മെഷീനാണ് വെട്ടുന്നത്? മെഷീനും വെട്ടാൻ നമ്മള് പണിക്കാരെ കൊണ്ട് നമ്മൾ കത്തിക്ക് അരുവായിക്കൊക്കെ വെട്ടിച്ച് അങ്ങനെ ചെയ്യാം. ഒരു മെഷീൻ അടിക്കാം. പല രീതിയിലും നമുക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ഫാം ഉള്ളതുകൊണ്ട്, പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങള് ഇതിന്റെ അകത്തുനിന്ന് വരുന്ന പുല്ലുകളെല്ലാം വെട്ടി ട്രാക്ടറിനെ കൊണ്ട് അടിച്ച് അതിന് ആവശ്യത്തിന് തിന്നും, ബാക്കിത്തെ വളത്തിനായിട്ട് ഉപയോഗിക്കണം. അല്ല, നമ്മൾ കളനാശിനി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പരിപാടി? കളനാശിനി ഉപയോഗിക്കാതിരിക്കണമാണ് ഏറ്റവും നല്ലത്. പിന്നെ പറ്റാതെ വന്നാൽ വേണമെങ്കിൽ ചെയ്യാം എന്നല്ലാതെ കളനാശിനി ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് കളനാശിനി പ്രയോഗം നമ്മൾ ചെയ്യുന്നില്ല. ഈ കാപ്പി കൃഷി എല്ലായിടത്തും ഒരുപക്ഷെ എല്ലാവരും കാപ്പിയിൽ നല്ല കൃഷിയിൽ നിന്നൊക്കെ പിന്മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ എന്നാർപുര ഏരിയയിൽ കാപ്പി എല്ലാം വളരെ മനോഹരമായിട്ട് വരുന്നു. അപ്പോൾ ഈ സെലക്ഷൻ റോബസ്റ്റോ കോഫിയിൽ എല്ലാവരെയും ഈ തോട്ടം അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ കൃഷി വളരെ മനോഹരമായ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഒത്തിരിയേറെ പേര് സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാപ്പിത്തോട്ടവും അതുപോലെ തന്നെ ഇതിൻ്റെ തൈ മേടിക്കാനും ഇതിൻ്റെ കുരു മേടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പേര് കടന്നു വരാറുണ്ട്.